വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ അരച്ച മീൻ കറി. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ വിളമ്പാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായ ഒരു കറിയാണ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. വെൽക്കം ടു ദ വീഡിയോ. തേങ്ങ അരച്ച മീൻ കറി വയ്ക്കുന്നതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചൂരയാണ്. ചെറിയ ചൂര മീനാണ് എടുത്തിരിക്കുന്നത്. ഏത് മീനിൽ വേണമെങ്കിലും നമുക്ക് തേങ്ങ അരച്ച കറി വയ്ക്കാം. ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ ചൂരയാണ്. ചൂര ഇനി നമുക്ക് കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി എടുക്കാം. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി എടുത്ത് അത് വെള്ളത്തിലിട്ട് നമുക്ക് കുറച്ച് നേരം കുതിർക്കാനായിട്ട് വയ്ക്കാം. മീന് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് ഒരു ബൗളിലേക്ക് നമുക്കിവിടെ എടുത്ത് മാറ്റി വയ്ക്കാം. 1 കിലോ മീനാണ് ഞാനിവിടെ എടുത്തിരുന്നത്. അത് കഴുകി വൃത്തിയാക്കി വേസ്റ്റെല്ലാം കളഞ്ഞ് 800 ഗ്രാം മീൻ ഉണ്ട്. അടുത്തതായി നമുക്ക് മീൻകറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിലേക്കായി ഞാനിവിടെ 1.5 കപ്പ് തേങ്ങയാണ് ചിരണ്ടി എടുത്തിട്ടുള്ളത്. തേങ്ങ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടി, 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 5 ചെറിയ ഉള്ളി. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കണ്ട, ഇതുപോലെ അരച്ചെടുക്കുക. അരച്ചെടുത്ത അരപ്പ് നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം തേങ്ങ അരച്ച മിക്സിയുടെ ജാറിൽ തന്നെ ഒരു 1.5 കപ്പ് വെള്ളം കൂടെ കഴുകി ഒഴിച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം അരപ്പും വെള്ളവും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരുന്ന പുളി അത് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി ഇതിലേക്ക് നമുക്ക് വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ അളവിൽ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉലുവാപ്പൊടി ഇട്ടതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കലക്കി വെച്ചിരിക്കുന്ന ഗ്രേവിയിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് ടൊമാറ്റോ അരിഞ്ഞത്, 2 പച്ചമുളക് നെടുകെ അരിഞ്ഞത്, ഇതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ മുരിങ്ങയ്ക്കയോ മാങ്ങയോ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിലൊന്നും ഇട്ടിട്ടില്ല. മാങ്ങ ഇടുകയാണെങ്കിൽ പുളിയുടെ അളവ് നോക്കിയിട്ട് കുറച്ചൊഴിച്ചാൽ മതിയാവും. അടുത്തതായി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില നന്നായി ഞെരടി ഇട്ട് കൊടുക്കുക. കറിവേപ്പില നന്നായി ഞെരടി ഇടുമ്പോൾ മാത്രമേ കറിവേപ്പിലയുടെ മണം കറിയിലേക്ക് ഇറങ്ങുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇത് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കറി ഒന്ന് തുറന്നു നോക്കാം. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അരപ്പൊക്കെ നന്നായിട്ട് പാകത്തിനായി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. മീൻകറി നമുക്ക് താളിക്കാനായിട്ട് വയ്ക്കാം. പാന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകിട്ട് പൊട്ടിക്കാം.
അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഒരു 3 ചെറിയ ഉള്ളിയാണ് ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്, അതിവിടെ ഇട്ട് കൊടുക്കാം. 5 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് ഇളക്കിയതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇവിടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. താളിച്ചത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻകറി റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. വളരെ സ്വാദിഷ്ടമായ മീൻകറി ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.